ഹലോ ഹായ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. മൺസൂൺ കാലമാണ്, മഴ വന്നും പോയും ഒക്കെ ഇരിക്കുന്നുണ്ട്. ദ ബെസ്റ്റ് തിങ് വൺ ക്യാൻ ഡു വെൻ ഇറ്റ്സ് റെയിനിങ് ഈസ് ടു ലെറ്റ് ഇറ്റ് റെയിൻ എന്നാണ്. പക്ഷേ യാത്രാപ്രേമികൾക്ക് മഴയെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. മഴയാത്രകൾ വേറൊരു അനുഭവമാണ്. മഴ നനഞ്ഞും മഴ നനയാതെയും ഒക്കെ പോവാം. രണ്ടും രണ്ട് ഫീലാണ്. അപ്പോൾ ഇന്നത്തെ സർപ്രൈസ് സ്ഥലങ്ങൾ കാണാം. പോവാം. കം ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ് വിത്ത് റൈഡിംഗ് റിപ്പോർട്ടർ. മൺസൂണിൽ മഴ നനഞ്ഞ് താമരശ്ശേരി ചുരം ആരെങ്കിലും കയറിയിട്ടുണ്ടോ? അതും ഒരു മോട്ടോർ ബൈക്കിൽ. അതൊരു വല്ലാത്ത യാത്രയാണ്. മഴയും കോടമഞ്ഞും തണുത്ത കാറ്റുമെല്ലാം തൊട്ട് അടിവാരം മുതൽ ലക്കിടി വരെ തീണ്ടുന്ന ആ യാത്ര. 9 ഹെയർ പിന്നുകൾ പിന്നിട്ട് ആ വൈബുള്ള യാത്ര നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് സുർജിത്ത് അയ്യപ്പത്ത്. കാണാം. മഴ പെയ്തു തുടങ്ങിയാൽ താമരശ്ശേരി ചുരത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ അങ്ങ് മാറും. ചിലയിടത്തെല്ലാം നീർച്ചാലുകൾ രൂപപ്പെടും. ചിലയിടത്ത് ചിലപ്പോൾ കോടമഞ്ഞ് വന്ന് പൊതിയും. ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര ചെയ്യുന്നത് താമരശ്ശേരി ചുരത്തിലൂടെയാണ്. ലക്കിടി വരെ വരുന്നതാണ് നമ്മുടെ യാത്ര. മൺസൂണല്ലേ, മഴ നനയാൻ ഒരു കൊതി. അതിനാൽ തന്നെയാണ് ഇത്തവണത്തെ റൈഡ് ചുരം വഴിയാക്കാമെന്ന് തീരുമാനിച്ചത്. അടിവാരത്ത് നിന്ന് യാത്ര തുടങ്ങി. പക്ഷേ മഴയില്ലായിരുന്നു. 1-ാം വളവും 2-ാം വളവും ഒക്കെ കടന്ന് മുന്നോട്ട്. കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന പശ്ചിമഘട്ട മലമ്പാതയാണിത്. തോട്ടങ്ങളും വനവുമൊക്കെയാണ് ചുറ്റിലും. മഴ പെയ്താൽ ചുരത്തിൽ കുളിരാണ്. കോഴിക്കോട് കൊല്ലകൽ ദേശീയപാത 766-ന്റെ ഭാഗമാണ് ചുരം റോഡ്. 9 ഹെയർ പിന്നുകൾ പിന്നിട്ട് വേണം ലക്കിടിയിലെത്താൻ. ചുരത്തിൽ 1-ാം വളവ് പിന്നിട്ടാൽ എത്തുക ചിപ്പിലത്തോട് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്ക് പോവുക. ഇവിടെ മരുതിലാവ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഏതാണ്ട് 2 കിലോമീറ്റർ അപ്പുറത്താണത്. അവിടെ നിന്ന് വനപാതയിലൂടെ സഞ്ചരിച്ചാൽ തളിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയും. ആ പാത നിലവിൽ വനത്തിലൂടെയാണെന്നുള്ളത് കൊണ്ട് അടഞ്ഞിരിക്കുകയാണ്. ഈ പാത വികസിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. തദ്ദേശീയരായ ആദിവാസികളാണ് വഴികാട്ടികളായത്. വഴികാട്ടിയ പണിയമൂപ്പൻ കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തിയതായി വിശ്വസിക്കപ്പെടുന്നു. ലക്കിടിയിൽ കരിന്തണ്ടന്റെ ആത്മാവിനെ ബന്ധിച്ച ചങ്ങലമരമുണ്ടെന്ന് വിശ്വാസം. അങ്ങനെ ഓടി ഓടി ചുരത്തിലെ 4-ാം വളവിലെത്തി. 2-ാം വളവിലും 4-ാം വളവിലും കുറേ കടകളൊക്കെ ഉണ്ട്. കാരണം വലിയ ഒരു ഭംഗിയുള്ള വ്യൂ പോയിൻ്റാണിത്. കാരണം 9-ാം വളവിലെ ആ വളവിൻ്റെ കാഴ്ച ഉൾപ്പെടെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ കോടമഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാണാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വാഹന ഗതാഗതം പതിവ് പോലെ ഇവിടെ സ്തംഭിച്ചിട്ടുണ്ട്. കാരണം ബ്ലോക്ക് നിത്യസംഭവമാണല്ലോ താമരശ്ശേരി ചുരത്തിൽ. എന്തായാലും ഒരു ചായ കുടിക്കാം. അവിടെ ധാരാളം ചായക്കടകളുണ്ട്. കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന ധാരാളം കടകളുണ്ട്. അവിടെ പോയി ഒരു ചായ കുടിക്കാം. ചില നേരം വൈകിട്ട് ആളുകളുണ്ടാവും. ഈ കോടൊക്കെ ഇങ്ങനെ മൂടുമ്പോൾ ഇങ്ങനെ ആളുകൾ ഉണ്ടാവും. ഇപ്പോൾ ഈ എന്തെങ്കിലും വണ്ടികളൊക്കെ കുടുങ്ങുമ്പോൾ ഈ വലിയ ലോറികളൊക്കെ ടയർ പൊട്ടേ കുടുങ്ങി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള ബ്ലോക്കാണ്. പിന്നെ വണ്ടി കണ്ടമാനം കൂടുതൽ വേണമല്ലോ. ഇപ്പോൾ ചില അന്ന് മണിക്കൂറുകളൊക്കെ നീളും.
വയനാടിനെ മറ്റു ജില്ലകളുമായി ബന്ധിപ്പിക്കുന്നത് താമരശ്ശേരി ചുരം മാത്രമല്ല. കുറ്റ്യാടി ചുരം, പേരിയ ചുരം, പാൽച്ചുരം എന്നിവ വയനാടിനെ തൊടുന്നു. നാടുകാണി ചുരം മലപ്പുറത്തെ നീലഗിരിയോട് അടുപ്പിക്കുന്നു. നീലഗിരി വയനാടിനോട് ചേർന്നുള്ള തമിഴ്നാടൻ ജില്ലയാണ്. യാത്ര തുടരുമ്പോൾ 8ാം വളവിൽ വെച്ചാണ് മഴ കിട്ടിയത്. കയ്യിൽ കരുതിയ റെയിൻകോട്ട് ഇട്ടു. ചാറ്റൽ മഴയെങ്കിൽ കൊള്ളാൻ തന്നെയായിരുന്നു തീരുമാനം. മഴത്തുള്ളികളുടെ കനം മുന്നോട്ടുള്ള സുഖയാത്രയ്ക്ക് തടസ്സമാണ്. മഴയിൽ ചുരത്തിലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ സജീവമായി. റോഡിലൂടെ വെള്ളം കുത്തിയൊഴുകി. അതിലൂടെ മോട്ടോർ ബൈക്ക് മുന്നോട്ട്. ഓടിയോടി മുകളിലെത്തുമ്പോൾ ശേഷിക്കുന്നത് 2 ഹെയർ പിന്നുകൾ മാത്രം. ഈ വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ മനോഹരമായ ഒരു നിർമ്മിതി കാണാം. കനത്ത മഴ ചാറ്റലിന് വഴിമാറി. മുകളിലേക്ക് നീങ്ങുമ്പോൾ കോടമഞ്ഞ് പൊതിഞ്ഞു. ഒടുവിൽ പ്രധാന വ്യൂ പോയിന്റിലെത്തി. ഒരു ഭാഗത്ത് കരിമ്പാറയിൽ നിന്ന് വെള്ളം നിറഞ്ഞൊഴുകുന്നു. മറുഭാഗത്ത് കോടമൂടിയ കോഴിക്കോട് ജില്ലയിലെ പലയിടങ്ങൾ. കണ്ണെത്താ ദൂരത്തോളം മലനിരകൾ. വേറിട്ട കാഴ്ചകളുടെ മൺസൂൺ കാലം. സൂപ്പറാണ്, അടിപൊളിയാണ്. മനസ്സിന് തോന്നുന്നു പ്രകൃതിയെ കാണുമ്പോൾ. തിട്ടകളെ കാണാനായിട്ട് നല്ല രസമുണ്ട്. പച്ചപ്പ്, ഫുൾ പച്ചപ്പാണ്. മഴക്കാലമായ കാരണം നല്ലൊരു അനുഭവം തന്നെയാണ്. മഴയത്ത് വരണം. ഇവിടെ മഴയാണെങ്കിൽ വയനാട് വരുന്നെങ്കിൽ മഴയത്ത് വരണം. കോഴിക്കോട് ജില്ലയിൽ നിന്ന് വയനാട്ടിലേക്ക് കടക്കുകയാണ് സ്വാഗതം ചെയ്തുള്ള കവാടം. താമരശ്ശേരി ചുരത്തിലൂടെ അങ്ങനെ മഴ നനഞ്ഞ് ഒരു യാത്ര പൂർത്തിയാക്കുന്നു. ഇനി അടുത്ത ഇടം തേടുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. മഴയേ തൂമഴയേ വാനം തൂവുന്ന പൂങ്കുളിരേ കണ്ടുവോ എൻ്റെ കാതലിയെ നിറയേ കണ്ണിറയേ പെയ്തിറങ്ങുന്നൊരൂർമയിലേ പീലി നീർത്തിയ കാതലിയേ. യാത്ര, മഴ, പാട്ട്, പ്രണയം, ഒരു വല്ലാത്തൊരു വൈബാണല്ലേ, വല്ലാത്തൊരു കോംബോ ആണ്. സുജിത ശരിക്കും കൊതിപ്പിച്ചു. വീണ്ടും ഒന്നുകൂടി ആ ചുരത്തിലേക്ക് പോകാനൊരു മോഹം. ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത്തരം കമൻറ്റുകൾ അയക്കുന്നുണ്ട്. വീണ്ടും അവിടത്തേക്ക് പോകാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്ന ഒരുപാട് പേർ. ഓരോരുത്തർക്കും ഓരോ എന്താണ് പറയുക, അനുഭവമാണ്, ഓർമ്മയാണ്. ഒരാൾ പറയുന്നു അവിടെ നല്ല കപ്പയും മീൻകറിയും കിട്ടും എന്ന് പറയുന്നു വയനാട്ടിൽ ആ ചുരം കയറി പോയി കഴിഞ്ഞാൽ. പിന്നെ പറയുന്നു ഈ ചുരം കാണുമ്പോഴാണ് നമ്മുടെ പപ്പുവിൻ്റെ ഓർമ്മ വരുന്നത്, താമരശ്ശേരി ചുരം. അങ്ങനെ ഒരുപാട് പേര് ഓർമ്മകൾ പങ്കുവെക്കുന്നു. അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വരുന്നു. അപ്പോൾ അതിങ്ങനെ നിറയട്ടെ. അപ്പോൾ നമ്മൾ ചുരം ഇറങ്ങി നേരെ പോകുന്നത് മറ്റു സ്ഥലത്തേക്കാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ കുമരകത്തിൻ്റെ ഭംഗി പക്ഷേ ഒളിഞ്ഞിരിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട്ട് കായലിൻ്റെയും കുമരകത്തിൻ്റെയും ദൃശ്യഭംഗി ഒപ്പിയെടുക്കുകയാണ് ഒരു ബോട്ട് യാത്രയിലൂടെ കോട്ടയത്ത് നമ്മുടെ റിപ്പോർട്ടർ ടോബി ജോൺസൺ. പക്ഷെ അതൊരു വെറുതെ ഒരു യാത്ര മാത്രമല്ല, കുറഞ്ഞ ചെലവിൽ എങ്ങനെ കായൽ സൗന്ദര്യം ആസ്വദിക്കാം എന്ന് പ്രേക്ഷകരെ മനസ്സിലാക്കിക്കുകയാണ് ഈ യാത്രയിലൂടെ. ലോകപ്രശസ്തമാണ് വേമ്പനാട്ട് കായലിൻ്റെ സൗന്ദര്യം. ആ സൗന്ദര്യം ആസ്വദിക്കാൻ കുമരകത്തേക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട്. എന്നാൽ ബജറ്റ് ഫ്രണ്ട്ലിയായി എങ്ങനെ ആ സൗന്ദര്യം ആസ്വദിക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് വേമ്പനാട്ട് കായലിൻ്റെ ഓളങ്ങളിലൂടെ. ബസ് മാർഗവും മറ്റും കുമരകത്തേക്ക് എത്തിയാൽ ചീപ്പുങ്ക പാലത്തിൻ്റെ താഴെയായി നിരവധി ഹൗസ് ബോട്ടുകളുണ്ട്.
ഹൗസ് ബോട്ടുകൾ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ വളരെ ചുരുങ്ങിയ നിരക്കിൽ ഇവിടെ ഇതുപോലെ ശിക്കാര വള്ളങ്ങളുണ്ട്. അതിൽ കയറിയാൽ വിശദമായി തന്നെ നമുക്ക് വേമ്പനാട്ട് കായലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ശിക്കാര വള്ളത്തിൽ നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം നമ്മൾ പെണ്ണാറിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഈ പെണ്ണാറിലൂടെ ഒഴുകിയാണ് വെള്ളം വേമ്പനാട്ട് കായലിലേക്ക് എത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, മനോഹരമായ ദൃശ്യങ്ങളാണ്. ഈ പെണ്ണാറിലൂടെ ഒഴുകി പോകുന്ന വെള്ളം വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകിയെത്തും. അതുപോലെ തന്നെ ആ റൂട്ടിലൂടെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കായലാണ്. കണ്ണത്താ ദൂരം വിശാലമായി പരന്നു കിടക്കുന്ന വേമ്പനാട്ട് കായലാണ്. ബോട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട് 18 വർഷമായി. അതിന് മുന്നേ എൻ്റെ വീട് ഈ കാണുന്ന ഐലൻഡിലാണ്, കായലിൻ്റെ വേമ്പനാട്ട് കായലിൻ്റെ നടുക്ക് തന്നെ. കൈപ്പുഴ വെച്ചുകായൽ എന്ന് പറയും. അപ്പം വേമ്പനാട്ട് കായലാണ് ഞങ്ങളുടെ ജീവിത മാർഗം എന്നൊക്കെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കായലിൻ്റെ നടുക്ക് വള്ളത്തെ തന്നെ പോകണം. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് കനാലുകളൊക്കെ പോകാനായിട്ട് പോവുകയാണെങ്കിലും കായലിലാണെങ്കിലും നമുക്കൊരു കാറ്റും കോളും ഒക്കെ വരുന്ന സമയമാണെങ്കിലും ഞങ്ങളിത് എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ പ്രകൃതി മാറുന്നതനുസരിച്ച് നമുക്ക് ബോട്ട് അങ്ങോട്ട് വിടാതെ വേറെ സുരക്ഷിതമായ ഏരിയയിലേക്ക്, അതും ഏറ്റവും കൂടുതൽ ശിക്കാര പോകുന്നത് നമ്മുടെ വില്ലേജ് ഏരിയകളിലേക്കാണ്. അതാകുമ്പോൾ നാട്ടുംപുറവും വയലുകളും എല്ലാം കണ്ട് നമ്മൾ വിദേശത്തു നിന്ന് വരുന്നവരും ആയ ടൂറിസ്റ്റുകൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ ആ ഒറിജിനൽ സൗന്ദര്യം ആസ്വദിച്ച് പോകാനുള്ള ഒരു ഏരിയ. അത് ഞങ്ങൾക്ക് അന്നേരം ഈ ശിക്കാരയിലാകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകും. കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ പരന്നു കിടക്കുന്നത്. 1512 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. മീനച്ചിലാർ, മണിമലയാർ, അച്ചൻകോവിലാർ എന്നീ ആറുകളും ഈ വേമ്പനാട്ട് കായലിലേക്കാണ് ഒഴുകിയെത്തുന്നത്. പന്ത്രണ്ടോളം പേർക്ക് ഈ ശിക്കാര വള്ളത്തിൽ സുഖമായി യാത്ര ചെയ്യാൻ സാധിക്കും. എന്നാൽ ചില അപകടങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ അതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇത്തരത്തിലുള്ള ചെറിയ വള്ളങ്ങളിൽ 8 പേർക്കാണ് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. കുടുംബമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ സുഖമായി ഈ ചെറിയ നിരക്കിൽ നമുക്ക് കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ കായലിൻ്റെ ഇറങ്ങിപ്പോകുന്ന വഴിക്ക് ചെറിയ കടകൽ വന്ന് കടന്നിട്ട് അത് പിന്നെ അവിടെ അടിഞ്ഞ് വലിയ ആ പറമ്പ് പോലെ ഒരു ഐലൻഡ് പോലെ തന്നെ കിടക്കുന്ന കണ്ടോ, അത് ഇന്ന പോലെ എക്കൽ വന്ന് അടിഞ്ഞ് അങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക. അതായത് ബോട്ടൊന്നും അതിലേ പോകത്തില്ല. ബോട്ടല്ല, കൊച്ച് മീൻ പിടിക്കാൻ പോകുന്ന ചെറിയ വള്ളങ്ങൾക്ക് പോലും അതിലേ പോകാൻ മേല, കാരണം ഉറയ്ക്കും. ഇത്തരം ചെറിയ ശിക്കാര വള്ളങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകിയെത്തുന്ന ചെറിയ തോടുകളിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗി നേരിട്ട് ആസ്വദിക്കാൻ വിനോദസഞ്ചാരികൾക്ക് ഇതിലൂടെ സാധിക്കും. ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒന്നും വേമ്പനാട്ട് കായലിൻ്റെ ഈ സൗന്ദര്യം ആസ്വദിച്ചു തീരില്ല. അത്രത്തോളം കാഴ്ചകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് വേമ്പനാട്ട് കായലും കുമരകവും. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കും. കോട്ടയത്ത് നിന്ന് പ്രശാന്തിനൊപ്പം ടോബി ജോൺസൺ, 24. വെൽക്കം ബാക്ക്. റൈഡിംഗ് റിപ്പോർട്ട് തുടരുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് പോവാം. പാറക്കൂട്ടങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുകയാണ് കൊല്ലം ജില്ലയിലെ മുട്ടറ മരുതിമല. മാനമുട്ടുന്ന പാറക്കാഴ്ചയിലാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. പുലർകാലത്തെ മഞ്ഞുവീഴ്ചയും സായാഹ്നങ്ങളിൽ കുളിർകാറ്റും സൂര്യാസ്തമയ കാഴ്ചകളും കൊണ്ട് വേറിട്ട അനുഭവം സമ്മാനിക്കുന്ന മരുതിമലയിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി ജയശങ്കർ നടത്തിയ യാത്ര കാണാം ഇനി. കൊട്ടാരക്കരയിലെ ഒരു കുന്നിൻ മുകളിൽ കയറിയാൽ കൊല്ലം മുഴുവൻ കാണാൻ പറ്റുമോ? പറ്റുമെന്നാണ് ഞങ്ങളുടെ കൊല്ലംകാരനായ തിരുവനന്തപുരം റിപ്പോർട്ടർ സലീം മാലിക് പറഞ്ഞത്. ആ കാഴ്ചകളിലേക്കാണ്, മരുതിമലയുടെ കാഴ്ചകളിലേക്ക്.
കാറിലെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കാൽനടയായി പ്രകൃതിയുടെ മടിത്തട്ടിലൂടെയാണ് യാത്ര. അങ്ങനെ പടിക്കെട്ടുകൾ കയറി മുകളിലെത്തി. ഇനിയാണ് കാഴ്ചകൾ. കൈനീട്ടിയാൽ തൊടാനാകുന്ന മേഘങ്ങൾ, മെല്ലെ വീശുന്ന തണുത്ത കാറ്റ്, കുന്നിൻപുറം സമ്മാനിക്കുന്ന കാഴ്ചകൾ, അങ്ങു ദൂരെ ഇത്തിക്കര നദി, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതിലും മനോഹരം. സമുദ്രനിരപ്പിൽ നിന്ന് 1100 അടി ഉയരത്തിലാണ് മരുതിമല. കസ്തൂരിപ്പാറ, ഭഗവാൻ പാറ, കാറ്റാടിപ്പാറ എന്നീ 3 വലിയ പാറകൾ ചേരുന്ന മരുതിമല അതിമനോഹരമായ കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്. കൊല്ലം നമ്മുടെ തങ്കശ്ശേരി വളക്കമരമൊക്കെ കാണാൻ പറ്റും. സമുദ്രം പോലും കാണാൻ പറ്റുമായിരുന്നാണ് ഒരു ധാരണ. എനിക്ക് തോന്നുന്നത് അങ്ങനെ കാണാൻ പറ്റും. ഒരുപാട് ഏരിയകൾ നമുക്ക് ചുറ്റും കാണാം. വളരെ മനോഹരമാണ്. ഒരുപാട് ഹൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ആണ്. പാറക്കെട്ടിനു മുകളിൽ വറ്റാത്ത കുളങ്ങളുണ്ട്. ഒരു കാലത്ത് നടത്തിയ പാറ ഖനനത്തിന്റെ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. അന്ന് നാട്ടുകാരുടെ ഇടപെടലാണ് കാഴ്ചകൾ തുളുമ്പുന്ന കുന്നിൻപുറം നിലനിൽക്കാൻ കാരണമായത്. ആകെ മൊത്തത്തിൽ പ്രകൃതി സൗന്ദര്യമാണെങ്കിലും ദിനംപ്രതി 100 കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഇവിടെ കാര്യമായ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. നേരം ഇരുട്ടിയാൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ് ഇവിടെ. ഇത്തരത്തിലുള്ള ഒരു റിമോട്ടായ ഒരു ഏരിയയാണിത്. കാരണം ഏത് രീതിയിലുള്ള സാമൂഹ്യ വിരുദ്ധരായ ആൾക്കാർക്ക് വരാനും അല്ലെങ്കിൽ അങ്ങനെ രീതിയിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനും പറ്റിയൊരു സംഭവം ഇവിടെ ഉണ്ട്. അതിന് ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റ് പോലീസിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പോലീസിൻ്റെ ഒരു പെർമനൻ്റ് ഔട്ട് പോസ്റ്റ് ഉണ്ടായിരിക്കണം. പഞ്ചായത്തിൻ്റെ ഒരു സെക്യൂരിറ്റി സംവിധാനങ്ങളോട് ഉണ്ടായിരിക്കണം. നിരീക്ഷണ സംവിധാനങ്ങളുണ്ടായിരിക്കണം. അതൊക്കെ ഈ പ്രദേശത്തെയും അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു കിടപ്പ് അനുസരിച്ച് അത് ആവശ്യമുള്ളൊരു സംഭവമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിലെ ആദ്യ ഹരിതവന പദ്ധതി നടപ്പാക്കിയ വനേതര പ്രദേശം കൂടിയാണ് മരുതിമല. 38 ഏക്കർ വരുന്ന സ്ഥലത്താണ് മരുതിമല ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. നാട്ടുകാരുടെ ആശങ്കകൾ കൂടി പരിഹരിച്ചാൽ ടൂറിസം മാപ്പിൽ ഇനിയും ഉയരാം മരുതിമലയ്ക്ക്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ വെളിയം ഗ്രാമപഞ്ചായത്തിലെ മുട്ടറയിലാണ് മരുതിമല സ്ഥിതി ചെയ്യുന്നത്. കറുത്ത പാറക്കൂട്ടങ്ങളാണ് മരുതിമലയുടെ ആകർഷണം. കൊട്ടാരക്കര വഴി വരുമ്പോൾ ഈ കുന്നിൻപുറത്ത് കയറിയാൽ അത്യാവശ്യം കാഴ്ചകൾ കണ്ട് തണുത്ത കാറ്റേറ്റ് മടങ്ങാം. ഒരു മഴ കൂടി ഉണ്ടെങ്കിൽ സംഭവം പൊളിയാണ്. ക്യാമറമാൻ ജിനുവിനൊപ്പം എബി ജയശങ്കർ, 24 കൊട്ടാരക്കര. അപ്പോൾ അതാണ് മരുതിമലയുടെ വിശേഷങ്ങൾ. ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്നു. ഒരു പാട്ട് പാടൂ എന്ന് പറയുന്നുണ്ട് ഒരുപാട് പേർ. ഇന്ന് പാട്ടില്ല, നമുക്ക് അടുത്ത ദിവസങ്ങളൊക്കെ നമുക്ക് പാട്ട് പാടാം. അതോടൊപ്പം തന്നെ ഉമേഷ് റാണ വലിയപറമ്പ് പറയുന്നു, മൺസൂൺ ടൂറിസം 24 തന്നെയാണ് ഏറ്റവും വാർത്താവതരണത്തിൽ ഏറ്റവും പുതുമ കൊണ്ടുവരാറുള്ളതെന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. അങ്ങനെ പുതിയ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ ചെന്നൈ യാത്രയിലേക്കാണ്. ഇനി ചെന്നൈ നഗരത്തിലെ ചില മേൽപ്പാലങ്ങളുടെ കാഴ്ചകൾ കാണാം. നല്ല രസമുള്ള കാഴ്ചകളാണ് എല്ലാം. ചെന്നൈ റിപ്പോർട്ടർ മനേഷ് മൂർത്തിയാണ് ഈ റൈഡിംഗ് സീറ്റിൽ. അപ്പോൾ യാത്ര കണ്ടുവരാം. வணக்கம்.
ഇന്ന് നമുക്ക് ചെന്നൈയിലെ മേൽപ്പാലങ്ങളുടെ വിശേഷങ്ങൾ അറിയാം. ഇപ്പോൾ നമ്മുടെ എല്ലാ നഗരങ്ങളിലും മേൽപ്പാലങ്ങളുണ്ട്. ഈ ഗതാഗത സംവിധാനങ്ങളുടെ ഭാഗമായി ഗതാഗത കുരുക്കൊഴിവാക്കാനൊക്കെ എല്ലായിടങ്ങളിലും ഉണ്ട്. പക്ഷേ ചെന്നൈയിലെ മേൽപ്പാലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ മേൽപ്പാലങ്ങൾക്കും ഇല്ല, ചില മേൽപ്പാലങ്ങൾക്ക്. ആ പ്രത്യേകത എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ടി നഗറിലുള്ള ഒരു മേൽപ്പാലത്തിൻ്റെ താഴെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മേൽപ്പാലങ്ങൾക്കടിയിലുള്ള കാഴ്ച ഈ രീതിയിൽ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ചെന്നൈ നഗരത്തിൻ്റെ ഭൂരിഭാഗം മേൽപ്പാലങ്ങൾക്ക് അടിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹരിതവൽക്കരണം, അതായത് ചെന്നൈ നഗരത്തിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില നടപടികൾ അല്ലെങ്കിൽ ചില പ്രവർത്തികളൊക്കെയാണ് ഇത്. എന്തായാലും നമുക്ക് അടുത്ത മേൽപ്പാലത്തിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഈ മേൽപ്പാലത്തിലുള്ള ഈ ചെടികൾ മാത്രമല്ല കേട്ടോ, ഇവിടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റു പല കാഴ്ചകൾ കൂടിയുണ്ട്. അതുകൂടി നിങ്ങളിലേക്ക് എത്തിക്കാം. ചെന്നൈ കോർപ്പറേഷന്റെ ശിങ്കാര ചെന്നൈ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായാണ് ചെന്നൈ നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിനായിട്ടുള്ള വിവിധ പരിപാടികൾ നടക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം ലോഞ്ച് ചെയ്ത പദ്ധതികളിൽ ഒന്നാണ് ഈ മേൽപ്പാലങ്ങൾക്ക് അടിയിലുള്ള സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്നത്. പ്രധാനമായും ഇത്തരത്തിലുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കുക, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ, അത് പുറത്തുനിന്നും സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള കലാകാരന്മാരൊക്കെയാണ് ആ ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നത്. അങ്ങനെ ചെന്നൈ നഗരം പൂർണ്ണമായും തന്നെ നല്ല രസമുള്ള ഒരു നഗരമാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ശിങ്കാര ചെന്നൈ എന്ന് പറയുന്ന ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ചെടികൾ നനയ്ക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം കൂടി ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് കാണാൻ കഴിയും ചെറിയ നോസിലുകൾ നമുക്കിവിടെയൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഇതിലേക്കുള്ള വെള്ളം എന്ന് പറയുന്നത് ഡ്രെയിനേജ് വെള്ളം, അതായത് ചെന്നൈയിലെ അഴുക്ക് ചാലുകളിലെ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് ഈ പാലത്തിനടിയിലുള്ള ഈ ചെടികൾക്ക് വെള്ളം എത്തിക്കുന്നത്. അങ്ങനെ ഒരു ഡ്രെയിനേജ് പ്രോസസ് അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണ പരിപാടി കൂടി, വെള്ളത്തിനെ മലിന ജലത്തെ ശുദ്ധീകരിക്കുന്ന ഒരു കാര്യം കൂടി ഈ ഒരു സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഈ ചെടികൾ നനയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മലിനജലം ശുദ്ധീകരിക്കുന്ന ഒരു സംവിധാനത്തിനെ കുറിച്ച്. ആ സംവിധാനമാണ് ഇത്. ഇതിങ്ങനെ മലിനജലം ശേഖരിച്ച് ശുദ്ധീകരിച്ചിട്ടാണ് ഈ രീതിയിൽ ജലസേചന സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ പാലങ്ങൾക്കടിയിലും, അതായത് ഈ രീതിയിൽ ചെടികൾ വെച്ചിട്ടുള്ള ചെന്നൈ നഗരത്തിലെ ഓരോ പാലത്തിനടിയിലും ഇത്തരത്തിലുള്ള ചെറിയ ജലശുദ്ധീകരണ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളിലൂടെയാണ് ഈ ചെടികൾ കൃത്യമായിട്ട് പരിപാലിക്കുന്നതും അതുപോലെ ഇത്ര ഭംഗിയായി തന്നെ നിലനിർത്താൻ സാധിക്കുന്നതും ഈ ഒരു സംവിധാനം ഉപയോഗിച്ചാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ചെന്നൈയിലെ മേൽപ്പാലങ്ങൾ? അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ഒരു കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും സന്ധിക്കും പറയും. വണക്കം. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. അപ്പോൾ റൈഡിംഗ് റിപ്പോർട്ടിൻ്റെ ഇന്നത്തെ യാത്ര പൂർത്തിയാവുകയാണ്. ഒരുപാട് പുതിയ കാഴ്ചകളും സ്ഥലങ്ങളുമായി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്ന് തൽക്കാലം ബൈ പറയുന്നു. ബൈ. ഇനി പോലീസ് ഡയറി കാണാം. ആൻ മരിയ സണ്ണിജനും പ്രേക്ഷകർക്കൊപ്പം വിടാൻ. നമസ്കാരം.